പിന്നെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് കലാഭവൻ്റെ പരിപാടിക്ക് എത്തുന്നത്. അപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഇപ്പോൾ ആവേലച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വൈകി വന്നാൽ ഫൈൻ അടിക്കും. അപ്പോൾ ഈ ഗവർണറാണെന്നൊന്നും നോക്കൂല. ഇപ്പോൾ സാറേ ഈ പ്രോട്ടോകോൾ തെറ്റിക്കുന്നതല്ല, സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്, തോക്കൊക്കെ ഉണ്ട് കയ്യിൽ. അല്ല, ആവേലച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ സാറിനെ ഫൈൻ അടിച്ചാനെ ഇന്ന് വൈകി വന്നതിൻ്റെ പേരിൽ. അപ്പം അത്രയ്ക്കൊരു കൃത്യനിഷ്ഠയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കലാഭവൻ എന്ന് പറയുന്നത്. ഒരാരോപണത്തിന് ഞാൻ മറുപടി പറയുകയാണ്. ശ്രീ ടിനി ടോം പറഞ്ഞു താമസിച്ച് വന്നതിനെക്കുറിച്ച്. ഉടൻ തന്നെ ഞാൻ സാധാരണ കാണിക്കുന്ന ഒരു അന്വേഷണ ഉത്തരവിട്ടു. എൻ്റെ OSD ഹേമചന്ദ്രനോട്, ഹേമ എന്ന് പറയുന്നത് ഹേമചന്ദ്രനാണ് കേട്ടോ, ഹേമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സംഭവിച്ചത് ഇതാണ്: ഗവർണർ താമസിച്ച് വന്നതല്ല, ടിനി ടോം നേരത്തെ വന്നു എന്നതാണ്.